ജല്ലിക്കെട്ട് വിഷയത്തിൽ തമിഴകം പുകയുകയാണ്. മറീന ബീച്ചിലെ ജല്ലിക്കെട്ട് സമരക്കാരെ പോലീസ് ഒഴിപ്പിക്കുന്നു. പോലീസ് പിന്മാറിയില്ലെങ്കിൽ കടലിൽ ചാടുമെന്ന് സമരക്കാർ. സ്ഥലത്ത് സംഘർഷം തുടരുകയാണ്. തമിഴ്നാട്ടിലെങ്ങും വ്യാപക പ്രക്ഷോഭം. മധുരയിലും കോയമ്പത്തൂരിലുമൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. സിബി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സിബി, തമിഴകം പുകയുകയാണ്. ജല്ലിക്കെട്ടിനെതിരെ വ്യാപക അർത്ഥത്തിൽ തമിഴ്നാട്ടിലെങ്ങും പ്രക്ഷോഭം. മറീന ബീച്ചിലെ പ്രക്ഷോഭകരെ പോലീസ് ഒഴിപ്പിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് പല ഭാഗങ്ങളിൽ പ്രക്ഷോഭകരും പോലീസുകാരും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ്? മനു, ജല്ലിക്കെട്ട് വിഷയത്തിൽ തമിഴ്നാട് മൊത്തം പുകയുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴും രാവിലെ തുടങ്ങിയ സംഘർഷത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി നടന്ന സമരവും ഇന്ന് രാവിലെ തുടങ്ങിയ സംഘർഷം ഇന്ന് തമിഴ്നാട്ടിൽ എങ്ങും പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള പോലീസിൻ്റെ എല്ലാ ശ്രമവും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. മറീന ബീച്ചിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ തടയാനുള്ള അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ചെന്നൈ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു വലിയ പോലീസ് സന്നാഹമാണ് ഇന്ന് തമ്പടിച്ചിരുന്നത്. എന്നാൽ ഈ സമരക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള ശ്രമത്തിനിടെ പ്രതിഷേധക്കാർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന രീതിയിൽ തന്നെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുന്നു. മറീന ബീച്ചിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് എല്ലാ വാതിലുകളും മറീന ബീച്ചിലുള്ള എല്ലാ കവാടങ്ങളും അടച്ചുകൊണ്ട് തന്നെ പോലീസ് വലിയ സന്നാഹം തീർത്തിരുന്നു. എന്നാൽ പോലീസിൻ്റെ ഈ സന്നാഹത്തിന് പോലും ഈ പോലീസിൻ്റെ എല്ലാ കവചങ്ങളും മാറ്റിക്കൊണ്ട് ജനങ്ങൾ വലിയ ജനരോക്ഷം, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കമുള്ള ഒരു വലിയ ജനസാഗരം തന്നെ മറീന ബീച്ചിലേക്ക് മണിക്കൂറുകൾ കഴിയും തോറും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എങ്ങനെ നേരിടണം അല്ലെങ്കിൽ ഇവരെ എങ്ങനെ പ്രതിഷേധത്തിൽ നിന്നും അയവ് വരുത്തണമെന്ന രീതിയിൽ ഇതിൽ പോലീസിനോ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോയമ്പത്തൂരിലും മധുരയിലുമെല്ലാം ഈ പ്രതിഷേധമുണ്ട്. തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധത്തെ എങ്ങനെ അയവ് വരുത്തണമെന്ന് തമിഴ്നാട് സർക്കാർ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഈ സമയത്ത് പ്രതിപക്ഷം DMK അടക്കമുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും തമിഴകം ഈ ജല്ലിക്കെട്ട് വിഷയത്തിൽ വൻ പ്രതിഷേധത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ പോലീസുകാരും അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു, അവർ കയ്യേറ്റമുണ്ടാകുന്നു. ചിലരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള നീക്കങ്ങൾ പരാജയപ്പെടുന്നു. സ്ത്രീകളടക്കമുള്ളവർ കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. അങ്ങനെ ജല്ലിക്കെട്ട് വിഷയത്തിൽ തമിഴകം മുഴുവൻ നിശ്ചലമാവുന്നൊരു കാഴ്ചയാണ് മനു ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മറീന ബീച്ചിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ ജനസാഗരം തീർത്തിരിക്കുന്നു. ഇവർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു. തമിഴകത്തെ സംബന്ധിച്ച് നമുക്കറിയാം, വലിയ വൈകാരിക ജനതയാണ് ഇവർ. പ്രതിഷേധാഗ്നി ഇവരിൽ നിന്ന് എപ്പോഴും ഉണ്ടാകാം. ആത്മാഹുതി ചെയ്വരെ ചെയ്യുന്ന നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആത്മാഹുതി ചെയ്യുന്ന ഒരു ജനതയാണ് തമിഴകം. വലിയ വൈകാരികതയോടെ പ്രതികരിക്കുന്ന ജനസമൂഹമാണ് തമിഴകം. അതുകൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാരിന് ഇത് വലിയ വിട്ടിലാക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് മനു ഇപ്പോൾ ഉള്ളത്. സിബി, ഒരുപക്ഷെ അതിന്റെ രാഷ്ട്രീയ വശങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടി വരില്ലേ? കാരണം അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, സിബി പറഞ്ഞതുപോലെ തമിഴകത്തിന്റെ വൈകാരികമായ ഒരു സ്വാഭാവികതയുടെ ആ സ്വഭാവത്തിന്റെ ഒരു ഭാഗം. മറ്റൊന്ന്, സർക്കാരിൽ തമിഴ് ജനത അവരുടെ അവിശ്വാസം കാണിച്ചിരിക്കുന്നു. കാരണം ഒരുപക്ഷെ ജയലളിത ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു വിഷയം അവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ കഴിയുമോ? തീർച്ചയായും മനു, അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം തമിഴ്നാട് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി തമിഴ്നാട് ജയലളിതയുടെ ഒരു വലിയ അഭാവം, അല്ലെങ്കിൽ തമിഴ്നാട് അണ്ണാ DMKയിൽ നിന്നും ജയലളിത അന്തരിച്ചപ്പോൾ അന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഒരു രണ്ടാം നിര നേതാവ് അണ്ണാ DMKയ്ക്ക് ഉണ്ടോ, അല്ലെങ്കിൽ പനീർശെൽവത്തിന് ഇനി ഒരു തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു തമിഴകത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിരുന്നു. തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ വലിയൊരു പ്രസക്തിയായിരിക്കുന്നത്. ഒരുപക്ഷെ ജയലളിത ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്ക് തമിഴ്നാട് ജനത പോകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. പനീർശെൽവം കഴിഞ്ഞ 3 വർഷമായി 2014 മുതൽ ഏകദേശം 3 വർഷമായി ജല്ലിക്കെട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 3 വർഷമായി ജല്ലിക്കെട്ട് ഉണ്ടായില്ലെങ്കിൽ പോലും ഈ തമിഴ് ജനത ഇത്രത്തോളം പ്രതികരിച്ചിട്ടില്ല, പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. ഇപ്പോൾ പനീർശെൽവം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു വിശ്വാസത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു അവിശ്വാസം എന്ന് കൂടി വേണമെങ്കിൽ പറയാൻ കഴിയും. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത് ഇത് അണ്ണാ DMKയെ സംബന്ധിച്ച് വലിയൊരു പരാജയം അല്ലെങ്കിൽ വലിയൊരു പരീക്ഷണ ഘട്ടം ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പനീർശെൽവം ഒരു ഓർഡിനൻസ് വഴി ഈ ജല്ലിക്കെട്ട് നടത്താൻ തീരുമാനിച്ചത്. നമുക്കറിയാം എന്തെല്ലാം നാടകീയ സംഭവങ്ങൾ വഴിയാണ് ഇപ്പോൾ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നതും ഇപ്പോൾ അത് ബില്ലാക്കി മാറ്റിയതും എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ നമുക്ക് നോക്കിയാൽ കഴിയാൻ കഴിയും. മാത്രമല്ല, ഈ ജല്ലിക്കെട്ട് തങ്ങളുടെ ഒരു വൈകാരിക അല്ലെങ്കിൽ തങ്ങളുടെ ഒരു പ്രാചീന വിനോദമാണ്. ഇത്
1500 വർഷങ്ങൾ പഴക്കമുള്ള ഒരു പ്രാചീന വിനോദമാണ്. ഇത് വീണ്ടും വരണം, അല്ലെങ്കിൽ എല്ലാ വർഷവും നടത്തണം. ഇതിന് പ്രത്യേക ഓർഡിനൻസ് കൊണ്ടുവന്നാൽ മാത്രം പോരാ, ഇതിന് സ്ഥിരം ഒരു സംവിധാനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു തമിഴ് ജനത മുഴുവൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ രാഷ്ട്രീയ മാനം കൂടി ഇതിന് കൈവന്നിരിക്കുന്നു. DMK പോലുള്ള പാർട്ടികൾ ഈ വലിയൊരു പ്രതിസന്ധി സർക്കാർ നേടുമ്പോൾ, അല്ലെങ്കിൽ തമിഴകം നേടുമ്പോൾ ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പിനായി പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ജല്ലിക്കെട്ടിന് വേണ്ടി ഉള്ള സമരത്തിൽ DMK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു ട്രെയിൻ തടഞ്ഞുകൊണ്ട് തന്നെ വലിയ സമരമാർഗം സ്വീകരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അണ്ണാ DMK ഓർഡിനൻസ് വഴി ഒരു രാഷ്ട്രീയ ലാഭം കൂടി കണക്കുകൂട്ടിക്കൊണ്ട് ജല്ലിക്കെട്ട് നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വൈകിട്ടാണ് പ്രത്യേക ഓർഡിനൻസ് കൊണ്ടുവന്നത്. ആദ്യം തമിഴ്നാട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇത്തരത്തിലൊരു നിലപാട്, അല്ലെങ്കിൽ ജല്ലിക്കെട്ട് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് മറികടക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയായിരുന്നു. എന്നിട്ടും തമിഴകം ഒന്നായി ഇറങ്ങിയപ്പോൾ തമിഴകത്തിലെ DMK ഉൾപ്പെടെയുള്ള ആളുകളല്ല, പ്രത്യേകിച്ച് നേതൃത്വമില്ലാത്ത ഒരു ജനത ഇറങ്ങിയിരിക്കുന്നു. കൂടാതെ തമിഴകത്തെ സിനിമാ മേഖലയിലുള്ളവർ, രജനീകാന്ത്, കമലഹാസൻ അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ AR റഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ സിനിമാ ലോകം, നടികർ സംഘം, അങ്ങനെ ഒരു ജനങ്ങളുടെ വൈകാരികമായി നിൽക്കുന്ന എല്ലാ ആളുകളും ഇറങ്ങിയപ്പോൾ തമിഴ്നാട് സർക്കാരിന് ഒരു പ്രത്യേക ഓർഡിനൻസ് വഴിയെങ്കിലും ഈ ജല്ലിക്കെട്ട് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഈ ശനിയാഴ്ച വൈകിട്ട് കോടതി അടയ്ക്കുന്ന സമയം നോക്കി, അതായത് ഒരു നിയമ പോരാട്ടത്തിന് മൃഗസ്നേഹികളോ പെറ്റ പോലുള്ള സംഘടനകളോ ഇതിനെതിരെ നിയമപരമായി പോകാൻ ഒരു സമയം കൊടുക്കാതെ കോടതി അടയ്ക്കുന്ന സമയം നോക്കി ശനിയാഴ്ച വൈകിട്ടോടെ ഈ ജല്ലിക്കെട്ട് നടത്താനുള്ള ഒരു ഓർഡിനൻസ് ഇറക്കിയത്. ഇന്നലെ തിങ്കളാഴ്ച ഇന്ന് കോടതി തുറന്നു കഴിഞ്ഞാൽ ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഓർഡിനൻസിനുള്ള ഹർജി പരിഗണിക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പനീർശെൽവം ഇന്നലെ തന്നെ ഞായറാഴ്ച തന്നെ അടിയന്തരമായി ഈ ജല്ലിക്കെട്ട് നടത്താൻ തീരുമാനിച്ചതും. എന്നാൽ ഇത് മറ്റൊരു തരത്തിലേക്ക് വലിയ പ്രതിഷേധമായി മാറി എന്നുള്ളതാണ് വസ്തുത. ഇതാണ് തമിഴകത്തിലെ രാഷ്ട്രീയമായി ഇതിനെ DMK കണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ DMK നേതാവ് സ്റ്റാലിൻ പറഞ്ഞത്, ഇത് ജനങ്ങളെ പ്രകോപിപ്പിക്കരുത്, ഇത് വെറും 2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇത് ഞങ്ങളായി കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അണ്ണാ DMKയിൽ നല്ലൊരു നേതാവില്ല, ഇതിനെ കൈകാര്യം ചെയ്യാൻ അണ്ണാ DMK കഴിയില്ല എന്ന് തന്നെയാണ് സ്റ്റാലിൻ ഇതുകൂടി വ്യക്തമാക്കുന്നത്. മനു, ശരി, സിബിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ജല്ലിക്കെട്ട് വിഷയത്തിൽ തമിഴകം പുകയുകയാണ്. വലിയ പ്രതിഷേധങ്ങളാണ് തമിഴകത്ത്, പ്രത്യേകിച്ചും ചെന്നൈയിലെ മറീന ബീച്ച് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അവിടെ പ്രതിഷേധക്കാരെ പോലീസ് ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ തങ്ങൾ കടലിൽ ചാടുമെന്ന ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത് പ്രതിഷേധക്കാർ. ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, മധുരയിലും കോയമ്പത്തൂരിലും തിരുച്ചിറപ്പള്ളിയിലും ഒക്കെ കുംഭകോണത്തുമൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു.